ക്രിസ്തുവിൽ പ്രിയരെ, തപസ് കാലഘട്ടത്തിലാണ്. മനസ്സിൽ കടന്നു വരുന്ന ചിന്ത വലിയ ചിന്തകളൊന്നുമല്ല. സാധാരണ പച്ച മലയാളത്തിലാണ് അച്ഛൻ നിങ്ങളോട് ഈ തപസ് കാലത്ത് അല്ലെങ്കിൽ നോമ്പ് കാലത്ത് നിങ്ങളുമായിട്ട് എൻ്റെ ജീവിതത്തിൽ പൊന്തി വന്ന ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചിന്ത ഇങ്ങനെയാണ്. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ തമ്പുരാൻ ദൈവം ഓർമ്മപ്പെടുത്തി, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിന് ചുരുക്കം ഒന്നാമത്തത്, വിഭജിക്കപ്പെട്ട ഒരു ഹൃദയമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് മനുഷ്യൻ എത്രമാത്രം കിട്ടിയാലും ആർത്തി തീരാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും വൈദികനായ സെബാസ്റ്റ്യൻ അച്ഛനും നിങ്ങളും ഒക്കെ ജീവിച്ച് കടന്ന് മുന്നോട്ട് പോകുന്നത്. ഒരിടവകയിൽ എന്തെങ്കിലുമൊക്കെ പണിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ദേവാലയം പണിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനോഹരമായിട്ട് 10 ആൾ അറിയപ്പെടുവാനുള്ള ഒരു പ്രസ്ഥാനത്തിന് അടിസ്ഥാനമിടുമ്പോൾ വാരിക്കോരി പൈസ ചിലവാക്കുവാൻ നമുക്കൊരു മടിയുമില്ല. കാരണം അത് പൂർത്തിയായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയത് തോമസാണ്, ജോസഫാണെന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് നിൽക്കുവാൻ ഒരു സന്തോഷമുണ്ട്. പക്ഷേ 10 രൂപ കൊടുത്തതും 5 ലക്ഷം കൊടുത്തവനും തമ്പുരാന് മുമ്പിൽ തുല്യരാണ്. അതുകൊണ്ടാണ് ആ വിധവയുടെ ചില്ലിക്കാശിനെക്കുറിച്ച് തമ്പുരാൻ ഓർമ്മപ്പെടുത്തിയത്. അവൾ വിഭജിക്കപ്പെട്ടവരല്ല, അവൾ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തനിക്കുള്ളത് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അല്പം ഇടം കൊടുക്കാം. വൈദികനായ ഞാൻ ഭക്ഷണം കഴിച്ച മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു 10 അൾത്താര ബാലകന്മാരുമായിട്ട് വെറുതെ ഒന്ന് ചോദിക്കും. എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും, ഇന്ന് ജപമാല ചൊല്ലിയോ? അപ്പോൾ കുറച്ച് കൊച്ചുങ്ങൾ പറയും, ഇന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി, അല്ലെങ്കിൽ ഞങ്ങൾ ട്യൂഷന് പോയി, ഞങ്ങൾ 10ാം ക്ലാസ്സിലാണ്, ഉറക്കം വന്നു, ഡാഡിയും മമ്മിയും താമസിച്ചു വന്നു, അതുകൊണ്ട് പ്രാർത്ഥന മാറ്റിവെച്ചു. ഫ്രാൻസിസ് മാർപ്പ പറയുന്നത് പോലെ അധിക നേരമൊന്നും ഇന്ന് ഒത്തിരിയേറെ പ്രാർത്ഥന ഉരുവിട്ട് മക്കളൊക്കെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്ന വീടുകൾ അച്ഛൻ ഒത്തിരിയേറെ കണ്ടിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റെങ്കിലും ആത്മാർത്ഥതയോടുകൂടി തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാം. അല്ലെങ്കിൽ ഈ തപസ് കാലത്ത് നമ്മുടെ ജോലിക്കൊന്ന് പോകുമ്പോൾ, ബസ്സിലൊന്ന് യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ 4 വീലർ 2 വീലർ യാത്ര ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ വിചാരത്തോടെ മുന്നോട്ട് പോകാം. രണ്ടാമതായിട്ട് അയൽക്കാരനെ വലുതൊന്നും ചെയ്യണ്ട, അവൻ്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാൻ സാധിക്കുമോ? ഇന്നെല്ലാവരും മുഖം താഴ്ത്തി, അത് എളിമയുടെ അടയാളമല്ല, അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. ഏറ്റവും വലുത് ഈ തപസ് കാലത്ത് നമ്മോട് ശത്രുതയില്ലാത്ത മനുഷ്യരാരുമില്ല. പക്ഷെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് സുഖമാണ് സഹോദര, തോളിലൊന്ന് തട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മോടുള്ള വെറുപ്പ്, നമുക്ക് അവനോടുള്ള വെറുപ്പ് ഒരുപക്ഷെ അവിടെ തീരും. അങ്ങനെ ചെയ്യുവാനുള്ള ഊർജം നമുക്ക് ലഭിക്കണമെന്ന് ഈ തപസ് കാലത്ത്, ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറന്നുപോകരും ഒരു 5 മിനിറ്റ് ദൈവത്തിന് മുമ്പിൽ നമുക്ക് ചെലവഴിക്കാം. അതിനും സമയമില്ലെങ്കിൽ നടന്ന് നീങ്ങുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നീയാണ് ഈ പ്രഭാതം ഇന്ന് കാണാൻ സാധിച്ചത്. നീയാണ് ഇന്നെനിക്ക് ഈ ഒരു ജോലി, ഇന്ന് ഈ ഭക്ഷണം കഴിക്കുവാനുള്ള മാർഗം തന്നത്. വീണ്ടും ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഒന്നും ചോദിച്ചില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാം. അതിൽ കൃപാവരം ദൈവം നമുക്ക് തരണം. അതിലൂടെ ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ തപസ് കാലത്ത്, ഈ വസന്തകാലത്ത്, ഈ നോമ്പ് കാലത്ത് തരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കുക.